ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലെ നീക്കങ്ങൾ ഇപ്പോൾ മന്ദഗതിയിലാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. മാർക്കസ് മെർഗുലാവോ തന്നെ പറഞ്ഞിരുന്നു, പല നീക്കങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ്, ശക്തമായ റൂമറുകൾ ഒന്നുമില്ല എന്നായിരുന്നു മാർക്കസ് മെർഗുലാവോ പറഞ്ഞിരുന്നത്. ഏതായാലും ഒന്ന് രണ്ട് റൂമറുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്, പക്ഷേ കാര്യമായ പുരോഗതി ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകാറുള്ള അഷ്അലി ഇപ്പോൾ ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സമ്മറിൽ മുന്നേറ്റ നിരയിലേക്ക് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇന്ത്യൻ താരത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. ദീപക് ടാൻഗ്രിയിൽ നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് ക്ലബ്ബ് ഒരു പ്രയോറിറ്റി നൽകുന്നില്ല. ദീപക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. പല താരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാക്കിയിരുന്നു. അതിൽ ഒരാൾ മലയാളി താരമായ ജിതിൻ MS ആയിരുന്നു. പക്ഷേ അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി പുതിയ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അതുകൊണ്ട് തന്നെ ജിതിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കില്ല. കഴിഞ്ഞ സീസണിൽ ഒഡീഷയ്ക്ക് വേണ്ടി കളിച്ച ഒരു വിങ്ങറെ എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ പുരോഗതി ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. ഫറൂഖ് ചൗധരിക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഫലം കാണാൻ സാധ്യതയില്ല. കാരണം മറ്റൊരു സൗത്ത് ഇന്ത്യൻ ക്ലബ്ബ് താരത്തിന് വേണ്ടി വലിയ രൂപത്തിൽ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അഷ്അലി പറഞ്ഞിട്ടുള്ളത്. ബംഗളൂരു FC ഫറൂഖ് ചൗധരിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ നീക്കങ്ങൾ നടത്തുന്നുണ്ട്, ചെറിയ തോതിലാണ് എന്നുള്ളത് മാത്രം. പക്ഷെ ശക്തമായ റൂമറുകൾ ഒന്നുമില്ല. ഒരു നിശ്ചിത താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റിയ ഒരു സ്ഥിതിയല്ല ഇപ്പോൾ ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.